ആക്രമിക്കാൻ എല്ലാം സജ്ജമാക്കി ഒരുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇങ്ങോട്ട് കിട്ടുന്നതിന് മുൻപ് അങ്ങോട്ട് രണ്ടടി കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ ഇളവ് കുറയും എന്നാണ് പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പുതിയ സംഘടനയൊക്കെ വിങ്ങൊക്കെ രൂപീകരിച്ചുകൊണ്ട്, ഇവർക്ക് സംഘടനയെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെയാണ് സൈന്യം, ഇവർക്കെല്ലാം സംഘടനയാണ്, ഭീകര സംഘടനകളാണ്, സൈന്യത്തെ പോലെ ഇവർ അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ചില വിങ്ങിനെയൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇപ്പൊ തീർക്കും, ഞങ്ങളതിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇങ്ങോട്ട് കിട്ടും മുമ്പ് അങ്ങോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇപ്പം വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എന്തുമായാലും ഇന്ത്യ ആക്രമിക്കുക. അപ്പോൾ ഇന്ത്യ ആദ്യ കയറി അങ്ങ് ആക്രമിക്കുക. നാരൻ്റെ പറഞ്ഞു കൊടുത്തത് കേട്ടോ, നല്ല ബുദ്ധിയാണ്. ഇന്ത്യ ആദ്യ കയറി ആക്രമിക്കുക. നാരൻ്റെ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാഹുലിനെ കൊണ്ടു നടന്ന് വഷളാക്കുന്നത് പോലെ. ഇപ്പം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഈ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും തുർക്കിയൊക്കെ അടിക്കും മലത്തി ചുരുട്ടി കൂട്ടി ഊര കളഞ്ഞ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങ് അടിച്ചാൽ മതിയല്ലോ. അപ്പം അത് എന്തിന് ഒരു കാരണമില്ലാതെ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന, നമ്മൾക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോഴാണല്ലോ നമ്മൾ ആക്രമിക്കുന്നത്. അപ്പം ആ ഒരു വിഷയത്തിന് വേണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിത് ഭീകരവാദി, ബോംബെ സ്ഫോടനം, ഡൽഹി സ്ഫോടനം ഭീകരവാദികളുടെ അല്ലെങ്കിൽ ഭീകരവാദമാണെന്നൊന്നും നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. ധാരാളം കണ്ടുപിടിച്ച് കൃത്യത വരുത്തിയിട്ട് വേണം ലെവന് നമുക്ക് സിന്ദൂർ 2 തുടങ്ങാൻ. അപ്പം എങ്ങനെ ഇരിക്കുമ്പോഴാ ഇവൻ്റെ അടുത്ത് ആരാണ് പറഞ്ഞു കൊടുത്തു, ആദ്യ കയറി അടിച്ചാൽ ഈ ആദ്യ കയറി അടിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പേടിച്ചു പോകുന്നു. മനസ്സിലില്ല. അപ്പം ആദ്യ കയറി ഒന്ന് അടിച്ചാൽ മതി. ഈ ഒരു കാരണം പറഞ്ഞ് ഇവനെ തീർക്കും. ഇവരെ ഏതാണ്ട് ഇപ്പം ഈ 2025 2025 ശേഷം ഈ അടി മേടിച്ച് ചുരുണ്ട് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു പുതിയ സാധനമൊക്കെ ഉണ്ടാക്കിയത് AIFC, ആർമി റോക്കറ്റ് ഫയർ കമാൻഡ്, പുതിയൊരു സംവിധാനം. ഇതിന്റെ കുഴപ്പം കൊണ്ടാ അന്ന് അടി കിട്ടി കേട്ടോ. ഇതില്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാ. ഇപ്പൊ ഇത് റോക്കറ്റ്, മിസൈൽ, ഇതെല്ലാം കൂടെ ഒറ്റ കമാൻഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഈ ഒരു വിങ്ങിയ പ്രത്യേകം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം പട്ടാളം എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് റോക്കറ്റുകൾ ഇങ്ങനെ വിടുക. ഇസ്രായേലിനെതിരെ മറ്റവർ വിട്ടില്ലയോ, ഇറാൻ വിട്ട പോലെ വിടുക. അന്നേരം വിടുന്നതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ഇവിടെ വന്ന് വീണുകൊണ്ടുമല്ലോ, അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കോളും. ഇതൊക്കെ ആരാണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പം അതിനുവേണ്ടി തയ്യാറായിട്ട് ഇവരിങ്ങനെ അവരങ്ങ് തയ്യാറായി കടകൂട്ടി പട്ടാളക്കാർ റോഡിൽ ഇറങ്ങി നിൽക്കുക. എല്ലാ രീതിയിലും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇവന്മാര് തയ്യാറായി, അതിർത്തി വളഞ്ഞു, ഇത് ശരിയാക്കി സെറ്റ് പറഞ്ഞു കൊടുത്തായിരിക്കും. കാരണം ഇവന്മാരിലാണല്ലോ ഇപ്പൊ ഇന്ത്യയുടെ കണ്ണ്. ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നീ ആദ്യം അടി, മൊത്തം ഇന്ത്യയിലേക്ക് വരുമ്പോ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. ട്രംപ് പറഞ്ഞു കൊടുത്തിയാണെന്ന് പറയുന്നത്. ട്രംപ് ഇത് ഒരു സെറ്റപ്പ് നിൽക്കുകയാണ്. എത്ര പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പട്ടാളത്തിന്റെ സൈനിക താവളവും 10 മിസൈലും കണാവണയൊക്കെ ഉണ്ട്. ഇത് ഈ ഗാസ പോലെ ആക്കി എടുക്കണമെങ്കിൽ പിന്നെ അതിനകത്ത് കയറി അവർക്ക് ഇരുന്നാൽ മതിയല്ലോ. രാജ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ കയറി അടിച്ചാൽ ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പേടിച്ചു. നമ്മൾ പറഞ്ഞിട്ടാ നിർത്തി. ആദ്യം അടിച്ചാൽ ഇന്ത്യ തോറ്റു. ഈ കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞപ്പോൾ ജപ്പാനിനകത്തൊന്നും ഒരു വിലയിരുത്തൽ വന്ന് അടുത്ത യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിരിക്കുന്നവർ അതിർത്തി തോക്കും പിടിച്ച് നിൽക്കുന്നിടത്തൊന്നും അല്ലെങ്കിൽ നാവികസേനയുടെയും വ്യോമസേനയുടെയും കാര്യം ഒന്നും ആയിരിക്കത്തില്ല. ആദ്യം നിന്റെ ലൈറ്റ് അണയ്ക്കും. അത് കഴിഞ്ഞൊരു 3 സെക്കൻഡ് കഴിയുമ്പോൾ നിനക്ക് ലോകത്ത് എങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിൽ എല്ലാ സംവിധാനവും തകർക്കും. പിന്നെ അവിടെ എവിടെ ഒരു ഇരുട്ടത്തൊരു സൗണ്ട് വെക്കും, ബും 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 ബും. ഇത്രയേ ഉള്ളൂ, വലിയ സൗണ്ടൊന്നും ഇല്ല പുതിയ ഐറ്റത്തിന്. അപ്പൊ അങ്ങനെ ആവുമെന്ന് പറഞ്ഞു കൊടുത്ത ഇത് എങ്ങനെ മനസ്സിലാവും? ഒരു പ്രതിരോധ മന്ത്രിയുണ്ട്, ഊഹിക്കും എന്ന് അങ്ങനെ ഭയങ്കര രസമാണ്. അവൻ പറഞ്ഞ അടിക്കും. ഇയാള് എവിടെയെങ്കിലും വരുന്ന കമേനിക്ക് ഇപ്പൊ സൗണ്ടേ ഉള്ളൂ. അതുപോലെ എവിടെയെങ്കിലും വരുന്നത് പറയും അടിക്കും. ഞങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് എന്തോ തയ്യാറാക്കുന്നത് എനിക്കറിയത്തില്ല. എന്തോ തയ്യാറാക്കുന്നത്. ഇത്രയും സംവിധാനങ്ങളുള്ളിടത്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആഭ്യന്തര ശത്രുക്കളെന്ന് പറയും. ഇത്രയും സംവിധാനങ്ങളുള്ളിടത്ത് അവിടെ ഒന്നുമില്ല. പോന്നോ ബോംബെറിയുന്നു, വരുന്നോ ബോംബെറിയുന്നു, അജ്ഞാതം വെടിവെക്കുന്നു, സിന്ദൂരി പ്രശ്നം, ഖൈബർ പക്തൂൺഖ്വ പ്രശ്നം, ബലൂചിസ്ഥാനി പ്രശ്നം, അവിടെ ഒരു 100 പ്രശ്നം, 100 പേര് കാര്യം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഭീകരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, പള്ളിക്കകത്ത് അടി, കുമ്പസാരത്തിനിടയ്ക്ക് അടി, മറ്റേടത്തറി, മറ്റേ എല്ലാ രീതിയിലും പ്രശ്നമാണ്. എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ രീതിയിൽ ആണവ പോർമുനകൾ, വിവിധ ലോങ് റേഞ്ച് മിസൈല്, ഷോർട്ട് റേഞ്ച് മിസൈല് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഇവിടെ വരുന്ന പോലെ നമ്മളിലേക്ക് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ്. എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ നാളെ തന്നെ അടിക്കണേ. ആദ്യം ഇങ്ങോട്ടൊന്ന് ഇട്ട് കിട്ടിയ എൻ്റെ പൊന്നെ. ഇതിനകത്ത് പിന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ഇന്നാൾക്ക് നമുക്ക് തീരുമാനം ഉണ്ടാക്കുക. ഇതിനകത്ത് തീരുമാനം ഇനിയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ട് വരുമല്ലോ. എന്തുവായാലും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നല്ലോ. നമ്മൾ വളരെ മര്യാദയ്ക്കാണ് ചെയ്തത്. നമ്മൾ അടിക്കുമെന്ന് പറഞ്ഞ് ലോകത്തെല്ലാ രാജ്യത്തിനും പറഞ്ഞ് ഈ തോന്നിവാസത്തിന് അടി കൊടുത്തേ ഒക്കത്തുള്ളൂ. കാരണം മതം പറഞ്ഞ് ഇവിടെ കയറി ആൾക്കാരെ മാറ്റി നിർത്തി നമ്മുടെ
സ്ത്രീകളോട് കാണിച്ച പെണ്ണുങ്ങളോട് കാണിച്ച മര്യാദ കിട്ടുന്ന തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടി കൊടുക്കും. എവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ അവിടെ കയറി ഭീകര കേന്ദ്രങ്ങൾ അടിച്ചു, ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കിയില്ല, ആ കെട്ടിടം മാത്രം തകർത്തു. നമ്മൾ അത് എങ്ങനെ തകർത്തു? നമ്മുടെ ബോർഡർ വിട്ടുപോലും ഇല്ല, കയറി അടിച്ചില്ല. നേരത്തെ സർജിക്കൽ സ്ട്രൈക്കിന് കയറി അടിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് കയറി. അന്നേരം ഉണ്ടായി അവിടുന്ന് വരുന്ന മിസൈൽ എങ്ങോട്ടാന്ന് പറയും, ഇവിടുത്തെ ഡൽഹിയിലോട്ട് നമ്മുടെ കേന്ദ്രത്തിലൂടെ ഒട്ടാൾ. അതിനകത്ത് ചൈനയ്ക്ക് ഒരു കൈയുണ്ട്, ചൈന ഇവിടുത്തെ റൂട്ട് എല്ലാം ഇങ്ങനെ പറന്നു വരുമല്ലേ, എർദോഗന്റെ ഡ്രോണും പിന്നെ PL മിസൈലും മറ്റേതും മറിച്ചതും എല്ലാം ഇങ്ങനെ വരുക. അപ്പം നമ്മൾ കയറി അടിച്ചു കയറി. ഇവന്മാർ അന്നേ ഇവന്മാരെ മന്ദോത്തിത്തരം നിങ്ങൾ ആലോചിച്ചോണോ, ഇപ്പോഴും അവന്മാർ വിശ്വസിച്ചിട്ടില്ല. നമ്മൾ ആദ്യമേ നമ്മുടെ വിമാനം ഉണ്ടല്ലോ, ഈ യുദ്ധവിമാനങ്ങൾ, ആദ്യം നമ്മുടെ ഈ യുദ്ധവിമാനത്തിന്റെ അതേ റഫേൽ യുദ്ധവിമാനം ആദ്യം വരുന്നതിന് ശകലം മുമ്പ് അതിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അതേ ഈ തരംഗ വ്യത്യാസം. അപ്പോൾ ഉമാർ എന്ത് നമുക്ക് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല, എത്രയായാലും ഒരു രഹസ്യവും രാജ്യത്തിന്റെ കാര്യമൊക്കെ. അപ്പോൾ വന്നപ്പോഴത്തേന് ഇവർ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനത്തിനകത്തുനിന്ന് മിസൈൽ വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, മറ്റൊരിട്ടുണ്ട്. അവിടെ ടാർഗറ്റ് ചെയ്തിട്ട് ആ പ്രതിരോധ സംവിധാനം നമ്മൾ ടാർഗറ്റ് ചെയ്തല്ലോ. ടാർഗറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ സാധനം കയറി അടിച്ചു പോന്നു. ഇപ്പോഴും അവന്മാർ പറഞ്ഞ എന്താണെന്ന് അറിയാം, ഞങ്ങൾ 7 എണ്ണം അടിച്ചിട്ട് നീ അടിച്ചിട്ട സാധനം ഒറിജിനൽ റാഫേലാണെന്ന് പറഞ്ഞ് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ആര് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ലെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞാലും ഞങ്ങൾ അടിച്ചിട്ട് സാധനം ഞങ്ങളിലുണ്ട്, ഞങ്ങൾ വിശ്വസിക്കത്തില്ല. രാഹുൽ ഗാന്ധി ചോദിച്ചു ആദ്യം പാകിസ്ഥാൻ എത്രയാണ് തീർത്തത് പറയാൻ. പാകിസ്ഥാൻ്റെ പാകിസ്ഥാന് ഈ പുള്ളി കണ്ടു, പുള്ളിക്ക് അതിനപ്പുറം ഓരോ ഉണ്ടായിരുന്നു. ഇവിടെ എന്നേ പ്രധാനമന്ത്രി ആവത്തില്ലായിരുന്നു. ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിലെ ഈ കിഴങ്ങന്മാർക്ക് അപ്പുറം 1% ഓരോ ഉണ്ടായിരുന്ന എന്നേ ഇയാൾ പ്രധാനമന്ത്രി ആവത്തില്ലായിരുന്നു. പിന്നെ ആ പുള്ളി അവർ കണ്ട മിസൈലും അവർ കണ്ട വിമാനവും ഒക്കെ ആ പുള്ളിയും കണ്ടേക്കുന്നേ മനസ്സിൽ. പിന്നെ ഇതിനകത്ത് അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമുള്ളൂ, അങ്ങനെ പറയാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ സിന്ദൂർ 2 അവർ പ്രതീക്ഷിക്കുന്നു. കാരണം അവർ പ്രതീക്ഷിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഡൽഹി സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത് മുനീറാണ്. അതിൻ്റെ പ്രഭവ കേന്ദ്രം ഏറ്റവും നമ്മൾ കണ്ട 2022 മുതൽ ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഈ പറയുന്ന സർവകലാശാലയിലെ ഡോക്ടർമാർ പിടിച്ച ആൾക്കാർ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത വനിതാ ഡോക്ടർ ഉൾപ്പെടെ ചെയ്തു കൊടുത്തതും അവർക്ക് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിച്ചു കൊടുത്തതും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും തുർക്കിയിൽ അത് തീരുമാനിച്ചത് മുനീർ തന്നെയാണ്. അത് വെളി വന്നിട്ട് ദേശീയമോൾ മാത്രമല്ല സാർ, ലക്ഷദ്വീപുമായിട്ട് അവർക്ക് ബന്ധമുണ്ടോ? അവരുടെ ഇവരെല്ലാം അവരുടെ കുടുംബ സുഹൃത്തുക്കൾ. കഴിഞ്ഞ ദിവസം കുടുംബമായിട്ടുള്ള ബന്ധം വെച്ച് മുൻ ഭർത്താവ് പറഞ്ഞു 2013 തൊട്ട് ഭാര്യ എന്നുള്ള രീതിയിൽ ഈ സാധനം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, ഞങ്ങൾക്കറിയത്തില്ല, എവിടാന്നറിയത്തില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ചോദ്യം ചെയ്ത് ഞാൻ ഒഴിഞ്ഞയറ്റവാ. അപ്പം മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായല്ലോ, പണി എന്തുവായിരുന്നു. അപ്പം ഇതായിരുന്നു പണിയല്ലേ. ഞാൻ പറഞ്ഞു ചുമ്മാ തമാശ രൂപേണ പറയുന്നെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പം ഇത് ഏകദേശം നമ്മുടെ സമയം വളരെ കറക്റ്റാണ്. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, കാരണം ഇയാൾക്കൊരു ഭയങ്കര ഓറയുള്ള മനുഷ്യൻ ആരായി നരേന്ദ്രമോദി. അപ്പം ഇത് എങ്ങനെ നരേന്ദ്രമോദി മിണ്ടാതിരിക്കുക ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും മിണ്ടാതിരിക്കുന്ന പുള്ളി വിഷമം കൊണ്ടിരിക്കുക, വേറെ എന്തെങ്കിലും പണിക്ക് പോകുക, ഇത് കളഞ്ഞിട്ട് പോകുക. അല്ല, ഇത് എങ്ങനെ ഇവനെ അടിക്കണം, അതിന് ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം. കാരണം ഇപ്പം ഇവിടെ ഉള്ളവരാണല്ലോ പൊട്ടിത്തെറിച്ചേക്കുന്നത്. അപ്പോഴാ ഒരു സാധ്യത കൊണ്ട് വരുന്നത്. എനിക്കൊന്ന് ഈ ഡോവറി കയറി വല്ല ഇതിൻ്റെ അകത്ത് സൈന്യത്തിനകത്ത് അറിയാൻ പറ്റത്തില്ല. ആ സൈന്യത്തിനകത്ത് അത് ഈ മൊസാദിന്റെ കാര്യം പറഞ്ഞ പോലെ ഇറാനകത്ത് മൊത്തം മൊസാദാണല്ലേ എന്ന് പറഞ്ഞ് ഇതിനകത്തെല്ലാം നമ്മുടെ ആൾക്കാരായിരിക്കും. ഇവന്റെ പട്ടാളമായിട്ടൊക്കെ നിൽക്കുന്നതേ. അങ്ങനെ അതൊരു ഈ ചാരപ്രവർത്തനം പറഞ്ഞു. അതിനകത്ത് കയറിയിട്ട് ഇവന്മാരെ പറഞ്ഞു വേണം ആദ്യം കയറി അടിച്ചോളാം. എന്ന് വെച്ചാൽ ആദ്യം കയറി അടിച്ചാലല്ലേ നമുക്ക് അടിക്കാൻ പറ്റും. വൃത്തിയായിട്ടൊരു കാരണമായല്ലോ. ഇതുവരെ കാരണമില്ലാത്തോണ്ടാ ഈ കയറാനിരിക്കുന്ന കുരങ്ങൻ ഏണി എന്ന് പറഞ്ഞൊരു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാരണം ഉണ്ടാക്കി തരുക. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പുറപ്പാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പം വരുന്നത്. മുനീർ വീണ്ടും ബംഗറിൽ പോകും. മുനീർ ആദ്യമേ പോയി ഇരുന്നിട്ട് അത് അടച്ചിട്ട് അയാൾ അവിടെ നിന്നിട്ട് കമാൻഡ് കൊടുക്കും, ഓക്കെ, എന്നിട്ട് നടക്കത്തുള്ളൂ. അല്ലാതെ വേറെ അയ്യടാ ആ പരിപാടി വേറെ പരിപാടി കാര്യമാ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ വട്ടം നിന്നോ നിങ്ങൾ എന്ന് പറഞ്ഞ പോലുള്ള ഒരു കഥയാ. അപ്പൊ മുനീർ ആദ്യമേ ബങ്കറിൽ പോവാ. അതിനിപ്പോ എന്തോ സംശയം? പെണ്ണും പിള്ളേരെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നീണം ഇനി ഇത് ഗുണപ്പെട്ടു പോകുന്നതൊക്കെ അറിയത്തില്ല. സിന്ധുവിന് ശേഷം കൊണ്ടുവരാൻ വേണ്ടി അത് വേണ്ട, ഇനി ഇത് പഴയതുപോലെ ഗുണപ്പെട്ടു പോകത്തില്ല. പിന്നെ ഇയാൾ ഒളിച്ചും പാത്തുമൊക്കെ എങ്ങനെയില്ലേ ഇങ്ങനെയൊക്കെ നോക്കി അമേരിക്കയുടെ സംവിധാനത്തിലൊക്കെ മിക്കവാറും അമേരിക്കയിൽ ഇരുന്ന കാര്യം പറയുന്നത്. ഇവിടെ വന്ന് പാത്തും പതുങ്ങിയൊക്കെ പോകുന്നുള്ളതല്ലാതെ അയാൾക്ക് വേറെ കാര്യമൊന്നുമില്ല. ഈ യുദ്ധവും എല്ലാം പുള്ളിയുടെ വകയാണ്, എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന പുള്ളിയുടെ വകയാണ്. പക്ഷെ പുള്ളി പ്രത്യക്ഷത്തിലില്ല. പുള്ളി ആദ്യമേ ബംഗർ കണ്ടുപിടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അത് ഖമേനി ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അയാളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല.
അയാൾ കൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സേഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ബങ്കറിലൊക്കെ കയറി ഇരിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഗൗരവമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഈ യുദ്ധവിദഗ്ധരും അല്ലെങ്കിൽ രാജ്യങ്ങളും ഒക്കെ ഇന്ത്യയെ പറ്റി പറയുന്നത് അടിച്ചാൽ ഈ അടി ഇന്ത്യക്ക് കിട്ടത്തുമില്ല, അത് ഇന്ത്യ പ്രതിരോധിച്ചിരിക്കും. ആ കാരണം കൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ച ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും വെച്ചിട്ട് തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് തകർന്നു പോകുമെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അവിടെ ഇത് പലരും പലവട്ടം പറഞ്ഞു. ആര് പറയുന്നാൽ അവർ റിപ്പോർട്ടുകൾ അവിടെ എവിടെയും തയ്യാറാക്കി വെച്ചേക്കുന്നത്, ഇത് വായിക്കാനൊന്നും അറിയത്തില്ലല്ലോ. കാരണം ഇത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ ഇന്നാളിൽ വന്ന് ആദ്യത്തെ പ്രാവശ്യം ഇവിടെ തോന്നിവാസം കാണിച്ച് തിരിച്ചടി തന്നു, നമ്മൾ മാന്യമായിട്ട് തിരിച്ചടിച്ച് നിങ്ങൾ കാലെ പിടിച്ച് നിർത്തി. ഇനി ഇത് ആവർത്തിക്കരുത്, നമ്മൾ തുടങ്ങിയാൽ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കാണത്തില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ടുള്ളതെല്ലാം നടത്തിയിട്ടുണ്ട്. സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യം, വീട് കയറി അടിക്കുമെന്ന് പറഞ്ഞാൽ വീട് കയറി അടിച്ചിട്ട് തിരിച്ചു വന്നു, എല്ലാം നടത്തിയിട്ടുണ്ട്. ഈ ഏറ്റവും അവസാനം ഇതും നടത്തി, ഇനി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് മനസ്സിലാവാതെ അവർക്ക് എന്തായാലും അമരതനാണെന്നല്ലോ കാണിച്ചത്. മാത്രമല്ല അവരുടെ കയ്യിലല്ലല്ലോ ഇതിൻ്റെ നിയന്ത്രണം. എത്ര പറഞ്ഞാലും അവിടെ എവിടെ പൊട്ടും. അപ്പം തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ആ തിരിച്ചടിക്കുന്നതിന് പേരന്റ് പറഞ്ഞിട്ട് ആദ്യം കയറി അടിച്ചോളാം. ആദ്യം അടിച്ചത് ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി അതിനകത്തുള്ള ഞാൻ മുമ്പേ പറഞ്ഞ ഡോവലിൻ്റെ പരിപാടിയൊക്കെയാണ്. അതിനകത്തെ പട്ടാളക്കാരും ഒക്കെ ഡോവലിൻ്റെ ആളാണ്. അപ്പോൾ തിരിച്ചടിപ്പിച്ചിട്ട് കൊണ്ടുവരും. അപ്പം തിരിച്ചടിക്കും. ഇപ്പം ലോകരാജ്യങ്ങൾ പറഞ്ഞ എന്തുവാ, ഇന്ത്യ തിരിച്ചടിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കും, തീർന്നു, അതിൻ്റെ കച്ചവടം തീർക്കും. അപ്പം അത് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യം അതുപോലെ നടത്തും അല്ലെങ്കിൽ നടത്തി കൊടുക്കും. അയാൾക്ക് അല്ലാത്തൊരു ഓറയുള്ള മനുഷ്യനാണല്ലോ. അപ്പം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഭൂപടത്തിൽ കാണത്തില്ല. അപ്പം ഇല്ല, അത് കാണത്തില്ല, ഇതിനുള്ള കാരണം ഉണ്ടായിക്കോളും. അതുപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞു, ഈ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു, കോൺഗ്രസ് മുക്ത ഭാരതം. ഇപ്പൊ ഇതുവരെ പറഞ്ഞു നടക്കത്തില്ല, ഒക്കത്തില്ല, പിന്നെ അതെങ്ങനെ രാജ്യം മൊത്തം വേര് കിടക്കും ഇന്ത്യ കോൺഗ്രസിന്റെ വേര്. അതുകൊണ്ട് ഇപ്പൊ നോക്കിയപ്പോൾ പുള്ളിക്ക് സെഞ്ചുറി അടിക്കാൻ 5 കൂടെ മതി. ഇതുവരെ പുള്ളി ഫേസ് ചെയ്തിട്ടുള്ള 95 തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ആരുടെ എക്സിറ്റ് ഇട്ടേക്കുവാ BJP. 95 തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു, 5 തെരഞ്ഞെടുപ്പിൽ കൂടെ പരാജയപ്പെടുമ്പോൾ പുള്ളി സെഞ്ചുറി അടിക്കുമെന്ന് പറഞ്ഞു. പരാജയപ്പെടുന്ന ആദ്യത്തെ നേതാവെന്നുള്ള സെഞ്ചുറി. അപ്പം അന്ന് ആർക്കും വിശ്വസിക്കാൻ വയ്യായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ അല്ല, ഇവിടെ അവിടുന്ന് മുളച്ചു വരും, ഇവിടുന്ന് മുളച്ചു വരും. ഇവിടെ ഇന്നലെ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ഡൽഹി കഴിഞ്ഞപ്പം പിന്നെ നാളെ അടുത്തതിനകത്ത് വരും. ഹരിയാന കഴിഞ്ഞപ്പോൾ അത് ചുമ്മാതാ, അടുത്തതിനകത്ത് വരും. മഹാരാഷ്ട്ര കഴിഞ്ഞപ്പം അടുത്തതിന് ഓടാം, നമുക്ക് ബീഹാർ നോക്കാം. ഇനി പശ്ചിമ ബംഗാളി നോക്കാൻ ഇരിക്കുന്നവർ കാണും. എന്നാലും നമുക്കറിയാം ഇത് കോൺഗ്രസ് മുക്ത ഭാരത്. അവിടെ കോൺഗ്രസ് ഇല്ലല്ലോ പശ്ചിമ ബംഗാളിൽ. അവർ കയറ്റത്തേ ഇല്ല. ഓടാന്ന് പറയും. നമുക്ക് അറിയത്തില്ലേ, ഓടിക്കും. അവനെ ഇവിടെ കയറ്റിയേക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ രോസാരൻ, ഇവനെയൊക്കെ വെച്ചൊരു കളി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ. അവർ വേറെ വല്ലാത്തൊരു പെണ്ണുമ്പോൾ നമ്മൾ ഈ പറയുമ്പോഴേ അവർക്ക് കുറച്ച് ബുദ്ധിയല്ല. രാഹുൽ ഗാന്ധി അല്ലേ ഏതവനാണ് ഓടിക്കുന്നത്, വല്ലാത്ത സാധനം. അപ്പം അത് കോൺഗ്രസ് മുക്ത ഭാരതമുണ്ട്. അപ്പൊ ഇയാൾ പറയുന്നത് നടക്കും. അപ്പൊ പാകിസ്ഥാന്റെ കാര്യവും ഭൂപടത്തിൽ കാണാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വേണം. വരും തലമുറ പറയും പണ്ടൊരു രാജ്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ എന്നാണ്. അത്രയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.